ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കണത് കേട്ടാ. അതിനായിട്ട് 2 നാളികേരം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായി വറുത്തെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം കേട്ടാ. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പൊ ഞാനൊരു 1/2 കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അത് നന്നായി ഉരുക്കിയെടുക്കണം. എന്നിട്ട് അതിന്റെ ശർക്കര പാനി മാറ്റി വെക്കണേ. പിന്നെ നാളികേരം ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മള് ഒരു 1/2 കിലോ റവ എടുത്തിട്ട് കുതിർത്താൻ വേണ്ടി വെക്കണം കേട്ടോ. ഞാൻ പച്ചരിയിലൊന്നല്ല ഉണ്ടാക്കണത്, റവയും മൈദയും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോ റവ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെക്കണേ. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ കമന്റും കാര്യങ്ങളൊക്കെ പറയണേ. അപ്പൊ അത് ആ ശർക്കര പാനി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുതിർത്താൻ വെച്ച റവയും പിന്നെ ശർക്കര പാനിയും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായി അടിച്ചെടുക്കണേ. ഇപ്പൊ ഞാൻ കുറച്ച് ചെറിയുള്ളി കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതില് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ചെറിയുള്ളി. കുറെ ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ ആണെന്ന് വെച്ചാലൊന്നും ചെറുള്ളി ഇടരുത് കേട്ടോ. അത് ഏകദേശം 2 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. ഇനി മിക്സിയുടെ ജാറിൽ നന്നായി അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ചെറുപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നന്നായി അടിച്ചെടുക്കണേ. ഇപ്പൊ ഞാനൊരു 200 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റവയാണ് കൂടുതൽ ചേർക്കണത്, മൈദ കുറച്ച് ചേർക്കണുള്ളൂ. പിന്നെ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ചെറിയ ജീരകത്തിന്റെ പൊടി ഒരു 1.5 സ്പൂണ് പൊടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ വറുത്ത് വെച്ച നാളികേരല്ലേ അത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നാളികേരം ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മളിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കാം. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിന്റെ ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ, ഉണ്ണിയപ്പ ചട്ടി. അത് ചൂടാവാൻ വേണ്ടി ഗ്യാസ് സ്റ്റവിൽ വെച്ചെടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പം ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചിട്ട് ചുട്ടെടുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇപ്പൊ എല്ലാം ഏകദേശം ഒരു ഭാഗം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പൊ അത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇതിലും മൊരിച്ചെടുക്കണമെങ്കിൽ ഇതിലും മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാതും നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഓരോന്ന് കോരിയെടുത്തിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ.